മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നതിനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുമെന്ന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മ മാതാവും തിരുക്കുമാരൻ തന്ന വലിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം നൽകുന്നു. എൻ്റെ പേര് റോസി ടോം. ഞാൻ മല്ലപ്പള്ളി, പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിലെ ചെങ്ങന്നൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ 2018 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനായിട്ട് എൻ്റെ ഒരു ആഗ്രഹം ഇവിടുത്തെ 6 നിബന്ധനകളാണ്. പാപം ഉപേക്ഷിക്കുക, അങ്ങനെയുള്ള നിബന്ധനകളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. അപ്പോൾ ഞാൻ 2018 വന്ന് ഉടമ്പടി എടുത്തു. അതിൻ്റെ കൂടെ ഞാനൊരു ജീവിതമാർഗ്ഗവും കൂടെ തരണമെന്ന് അമ്മ മാതാവിനോട് അപേക്ഷിച്ചിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ ജീവിത വിശുദ്ധി അങ്ങനെയൊക്കെ എഴുതി വെച്ചിരുന്നു. പക്ഷേ 2018 ആയ സമയത്ത് പ്രളയവും കോവിഡും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഉടമ്പടിയും മറന്നുപോയി, ഞാൻ ആ നിയോഗങ്ങളെല്ലാം മറന്നുപോയി. അതിനുശേഷം ഞാൻ പിന്നെ ഞാൻ ഹസ്ബൻഡിന് ഇതുപോലെ ഒരു ജീവിതമാർഗ്ഗം വേണമെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലോ. അപ്പം ഹസ്ബൻഡ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന അപ്പോൾ കൂട്ടുകാരന്മാർ പറഞ്ഞു, എടാ 1 ഇയറിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, നീ പോയി അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്തിനാ അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നീ പോയി വെറുതെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് അതിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എന്നോട് വന്ന് ചോദിച്ചു, എങ്ങനെ അറ്റൻഡ് ചെയ്യണോ? ഞാൻ പറഞ്ഞു, പോയി എന്തായാലും കോഴ്സല്ലേ, വെറുതെ ഇരിക്കുമല്ലേ എന്നും ഈ ജോലി ചെയ്യുന്നതിനിടയ്ക്കുള്ളൊരു കോഴ്സ് ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ, അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് അത് അറ്റൻഡ് ചെയ്തു. ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോയി പെട്ടെന്ന് കൊച്ചു പിള്ളേർ പോകുന്ന പോലെ പെട്ടെന്ന് ബുക്കൊക്കെ എടുത്തുകൊണ്ട് അവിടെ പോയി പഠിക്കും, കോട്ടയത്ത്. അന്നപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഇടണം എന്നുള്ള ഈ ചിന്തയൊക്കെ അത് കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, പോയി അറ്റൻഡ് ചെയ്ത് തിയറിയും പ്രാക്ടിക്കലും ഒക്കെ പാസ്സായി. അതിനുശേഷം പിന്നെ മാസങ്ങൾ കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ് പപ്പായുടെ ഹസ്ബൻഡിൻ്റെ പപ്പായുടെ പെങ്ങളുടെ മകൻ വിളിച്ചിട്ട് പറഞ്ഞേടാ, നിനക്കൊരു എന്തെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു ജീവിതമാർഗ്ഗം ഇടണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ നിന്നെ സഹായിക്കാം. അവർക്ക് ജർമ്മനി സെറ്റിൽഡായിരുന്നു. അപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഹസ്ബൻഡ് അപ്പോൾ വണ്ടടിച്ചു. അപ്പോൾ ഹസ്ബൻഡ് എന്ന് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂൾ ഇടണം, അങ്ങനെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിൾ പറഞ്ഞു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, നീ ബാക്കി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചോളാം പറഞ്ഞു. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ റൂമും അതിന് വേണ്ട ഓഫീസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റും കയ്യിലുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞത് 5 ഇയേഴ്സ് നമുക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇൻസ്ട്രക്ടർ ആകാമെന്നായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ വേണ്ടി എല്ലാം പ്രൊസീജിയറെല്ലാം മുന്നോട്ട് വെച്ചപ്പം ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വന്നു, ഈ 1 ഇയർ കോഴ്സ് അറ്റൻഡ് ചെയ്തവർക്കും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയവർക്കും മാത്രമേ ഡ്രൈവിംഗ് സ്കൂൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹസ്ബൻഡിന് അത് മുന്നമേ ദൈവം കരുതി വെച്ചിരുന്നു. അത് ഞാൻ ആ 2018 എഴുതിയ ജീവിതമാർഗ്ഗം സബലീകരിക്കുമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ ഹസ്ബൻഡ് ഡ്രൈവിംഗ് സ്കൂളിന് വേണ്ടിയുള്ള ഓഫീസ് ഞങ്ങളുടെ പള്ളിയുടെ വക കെട്ടിടമുണ്ട്, അവരോട് ചെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു, തലേ ദിവസം മുത്തൂറ്റ് ബാങ്കിൻ്റെ അവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു, അവരത് തലേ ദിവസമാണ് ഒഴിഞ്ഞു പോയത്, ആ മുറി കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡറുണ്ട്, നമുക്ക് ഇത്ര വീതി നീളമൊക്കെ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിന് ഓഫീസിന് വേണമെന്നുള്ളത്. അപ്പം ക്ലാസ് റൂം വേണം, ഓഫീസ് വേണം, അതിൻ്റെ പാർട്സൊക്കെ വണ്ടിയുടെ പാർട്സൊക്കെ വെക്കാൻ വേണ്ടിയുള്ള മുറിയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ആപ്റ്റായിട്ടാണ് ആ മുത്തൂറ്റ് ബാങ്കിൻ്റെ ആ കെട്ടിടം ഒഴിഞ്ഞു കിടന്നത്. അതെല്ലാം മാതാവ് ക്രമീകരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ പാർക്കിംഗ്, നമുക്ക് ഗ്രൗണ്ട് വേണം, ആ ഗ്രൗണ്ടും പള്ളിയുടെ വക ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് കിട്ടി, എല്ലാം ഒരുക്കി. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതെല്ലാം നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് വാഹനവും നമുക്ക് റെഡിയാക്കി കിട്ടി, പുതിയ വാഹനവും കിട്ടി. ഇതിൻ്റെ എല്ലാം ഫോട്ടോയും എടുത്ത് നമ്മുടെ ഇതിൻ്റെ റൂമിൻ്റെ എല്ലാം എസ്റ്റിമേറ്റും എല്ലാം എടുത്ത് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ RT ഓഫീസിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി 2-3 പ്രാവശ്യം ഹസ്ബൻഡ് കയറി ഇറങ്ങി. അപ്പം അവിടുത്തെ ഓഫീസർ ഓരോ ഒഴിവുകഴിവ് പറഞ്ഞങ്ങ് വിട്ടു. ലാസ്റ്റ് 3ാമത്തെ പ്രാവശ്യം പോയപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ഉപ്പ് നമുക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് കയറുമ്പോഴത്തേക്കിനും ചെറുതായിട്ടൊന്ന് വെതറിയിട്ട് പ്രാർത്ഥിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ കയറാൻ പോവാ, എൻ്റെ കയ്യിൽ ഉപ്പ് ഇരിപ്പുണ്ട്, നീ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡ് കയറി അവിടെ ആ സാറിൻ്റെ ഓഫീസിൻ്റെ കസേരയുടെ അവിടെ ചെറുതായിട്ട് ഉപ്പിടുന്ന് ചെസ്റ്റ് ഒന്ന് വിതറി. അത് കഴിഞ്ഞപ്പം അദ്ദേഹം പെട്ടെന്ന് ഒന്നും നോക്കാതെ പെട്ടെന്ന് അങ്ങ് സൈൻ ഇട്ടു. ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ ലൈസൻസ് നമുക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾക്കുള്ള ജീവിതമാർഗ്ഗം ദൈവം ഒരുക്കി തന്നു. അത് വലിയൊരു മിറാക്കിളാണ്. അതിൻ്റെ ക്രമീകരണം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അതിനുശേഷം അതിൻ്റെ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴാണ്, ഇപ്പം ഡ്രൈവിംഗ് സ്കൂൾ നല്ലതായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. അതിൻ്റെ 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് 2023 മാർച്ച് 28 ഹസ്ബൻഡ് ഇതുപോലെ ചെറിയ സ്ട്രോക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളിക്കാരനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ അതിൻ്റെ 2-3 ദിവസം അത്
ഈ പീക്ക് ടൈം ആയിരുന്നു നമ്മുടെ കുട്ടികൾ പിന്നെ +2 ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പിള്ളേർ പഠിക്കാൻ വരുന്നത്. ഈ മാർച്ച് പരീക്ഷ കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് ആണ് നമുക്ക് പീക്ക് ടൈം. ആ സമയത്താണ് ഹസ്ബൻഡ് ഇതുപോലെ സ്ട്രോക്ക് വരുന്നത്. അപ്പം ഹസ്ബൻഡ് വേറെ പിള്ളേർക്ക് ഡേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അവരെ പഠിപ്പിക്കണം, ഈ ഡേറ്റ് എല്ലാം ക്യാൻസലായി പോകും. ആകെപ്പാടെ പുള്ളിക്ക് വെപ്രാളമായിപ്പോയി ഈ അസുഖം വന്നു കഴിഞ്ഞപ്പം. പക്ഷേ അത് അസുഖം വന്നത് വലിയൊരു ഇതാണ്. ഗുഡ് ഫ്രൈഡേ വന്നു, സാറ്റർഡേ അവിടെ കിടന്നു, ഈസ്റ്റർ സൺഡേയിൽ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് തിങ്കളാഴ്ച വീട്ടിൽ വന്നു. ഈ തിങ്കളാഴ്ച വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച അദ്ദേഹം ഹസ്ബൻഡ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, പഠിപ്പിക്കാൻ തുടങ്ങി. ഈ ഡേറ്റ് എടുത്ത ഒരു കുട്ടികളുടെ പോലും ഡേറ്റ് മിസ്സായില്ല. എല്ലാ കുട്ടികളെയും പഠിപ്പിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടി പുള്ളിക്കാരന് സാധിച്ചു. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്ക് നന്ദി പറയണം. ഇത് തന്നതിനെല്ലാം നന്ദി പറയണം. അതിനാണ് ഞാൻ നന്ദി പറയാൻ വേണ്ടി ഏപ്രിൽ 14 2024 ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ഉടമ്പടി എടുക്കണം. അതിന് പഴയ ഉടമ്പടി കിടപ്പുണ്ട്, അത് ഞാൻ പാലിച്ചില്ലല്ലോ. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് കുടുംബമായിട്ട് വന്ന് നന്ദി പറഞ്ഞു, ഉടമ്പടി എടുത്തു. ഇതിൻ്റെ അത് കഴിഞ്ഞ് ആ സമയത്ത് എനിക്കൊരു 10-12 വർഷമായിട്ട് എനിക്ക് തുമ്മലുണ്ട്. എൻ്റെ തുമ്മൽ രാവിലെ എഴുന്നേറ്റേക്കുമ്പോൾ തുമ്മൽ കാണുന്നവർക്കൊക്കെ ഒരു അസ്വസ്ഥതയും സങ്കടവും തോന്നാറുണ്ട്. അതുപോലുള്ള തുമ്മലാണ്. അപ്പം ഞാൻ പക്ഷേ അത് വലിയ കാര്യമാക്കത്തില്ല. ചിലപ്പം മരുന്നൊക്കെ എടുത്ത് അടിച്ചെന്ന് പറഞ്ഞാലും അസ്വസ്ഥതയൊക്കെ ഉണ്ട്. പക്ഷേ ആരെയും അങ്ങനെ ഫീൽ ചെയ്യിക്കാറില്ല. പക്ഷേ എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഓഫീസിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഇതെല്ലാം എനിക്ക് നടക്കും. പക്ഷേ അതിനിടയ്ക്ക് തുമ്മലും ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഒരു കോട്ടയത്തുള്ള ഒരു ഡോക്ടർ, ഒരു കണ്ണിൻ്റെ ഒരു ഡോക്ടർ ഇങ്ങനെ പറയുന്നു. അത് ആ ഡോക്ടർക്ക് തുമ്മലായിരുന്നു. അപ്പം നമ്മുടെ ഈ തൈലം തേക്കുമായിരുന്നു, പിന്നീട് ഉപ്പും തേനും കൂടെ സേവിക്കുമായിരുന്നു എന്നും കൂടെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഈ ഉപ്പും തേനും കൂടെ ഞാനും കൂടെ സേവിച്ചാലോ എന്ന്. എനിക്കത് ആ ഒരു സാക്ഷ്യം കേൾക്കാൻ വേണ്ടി മാതാവ് എന്നെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുമ്പോഴത്തേക്കിനും നമുക്ക് തോന്നും ഈ സാക്ഷ്യം കേൾക്കാം, പിന്നെ മാറ്റി വിടും, അടുത്ത സാക്ഷ്യം കേൾക്കാം. അപ്പോൾ ഇത് കേൾക്കുന്ന എൻ്റെ മനസ്സിൽ പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ അതങ്ങ് ഓണാക്കി കേട്ടപ്പോൾ ഇതേ എൻ്റെ സെയിം കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ ഞാൻ നന്ദി പറഞ്ഞു. ഞാൻ പിന്നെ ഉപ്പും തേനും എടുത്ത് പെട്ടെന്ന് പോയി കഴിച്ചു. അന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഉണർവ് കിട്ടി, മുഖത്തിനൊക്കെ ഒരു പ്രത്യേകത കിട്ടി. മറ്റേതങ്ങ് ക്ഷീണമായിരുന്നു മുഖത്തിനൊക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ തൈലവും ഉപ്പും തേനും മാത്രം നിരന്തരം സേവിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് തുമ്മലൊക്കെ ഉണ്ട്, പക്ഷേ അത് കാര്യമാക്കാറില്ല. എല്ലാവരും പറയും മരുന്നടിക്കുന്നു പറയും. പക്ഷേ ഞാനത് മരുന്നടിക്കുന്നില്ല, ഞാനിത് മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞ് ഞാനിത് മാത്രം ചെയ്യാൻ തുടങ്ങി. പിന്നെ ദിവസവും ഈ തുമ്മലൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എഴുന്നേൽക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് രാവിലെ. പക്ഷേ ദിവസവും രാവിലെ പള്ളിയിൽ പോകും. അതും പള്ളിയിൽ പോകുമ്പോൾ ഈ പിള്ളേരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകും പള്ളിയിൽ. അവരും എഴുന്നേൽക്കും. പള്ളിയിൽ ഞങ്ങൾ ദിവസവും പോയി പ്രാർത്ഥിക്കും. പിന്നെ അങ്ങനൊരു കൃപ എനിക്ക് മാതാവ് തന്നു. ഈ തുമ്മൽ ഈ ഒരു തേനും ഉപ്പും സേവിച്ചതിൻ്റെ പ്രകാരം, തൈലവും തേച്ചതിന് പ്രകാരം മാതാവ് വലിയൊരു സൗഖ്യം തന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് തുമ്മലില്ല. മൂന്നാമത്തെ കാര്യം, മോള് ഇവിടെ വന്ന് മോളുടെ സാക്ഷ്യം മോള് പറയും. മോൾക്ക് ദൈവം കിട്ടിയ മാതാവ് കൊടുത്ത അനുഗ്രഹം. എൻ്റെ പേര് ഹന്ന. ഞാനാണെങ്കിൽ എൻ്റെ SSLC എക്സാമിന് മുമ്പ് ഞാനിവിടെ വന്ന് എൻ്റെ ഹോൾ ടിക്കറ്റ് അച്ഛൻ്റെ അടുത്ത് നിന്ന് ബ്ലസ് ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പോൾ അച്ഛനാണെങ്കിൽ എനിക്കൊരു കാശുരൂപം തന്നു. അത് ഞാൻ എൻ്റെ കൈക്കൊന്തയിൽ ഞാൻ കൊളുത്തിയിട്ടാണ് എൻ്റെ എല്ലാ എക്സാമും ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ എക്സാം IT ആയിരുന്നു. ITയുടെ എക്സാം എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം 1 വേർഡ് ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഈ എക്സാം ഹാളിലേക്ക് കയറി കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെട്ടു, ഭയങ്കര ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ആരോ മൗസിൽ എന്തോ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് എല്ലാ ആൻസറും ക്ലിക്ക് ചെയ്ത് അങ്ങ് പോയി. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, പെട്ടെന്ന് എല്ലാം മാതാവ് ചെയ്യുന്നു എനിക്ക് തോന്നി. അങ്ങനെ എക്സാം ഞാൻ എല്ലാവരെക്കാട്ടിലും നേരത്തെ ഞാൻ ഫിനിഷ് ചെയ്തു. ഞാൻ എല്ലാം കഴിഞ്ഞു. പുറത്ത് വന്നപ്പം ആ ടെൻഷൻ എല്ലാം മാറി, എനിക്ക് പെട്ടെന്ന് സന്തോഷമൊക്കെ ഉണ്ടായി. പിന്നെ എൻ്റെ എല്ലാ എക്സാമിന് മുമ്പും അമ്മ തേനും ഉപ്പും തരികയും തൈലം എൻ്റെ നെറ്റിയിലും കയ്യിലൊക്കെ കുരിശ് വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ ബാക്കിയുള്ള എക്സാമിൻ്റെ ഇടയ്ക്ക് ഒരു എക്സാമിനാണെങ്കിൽ അമ്മ തേൻ തരാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ എക്സാമിന് മുമ്പ് ഞാൻ ബൈബിൾ തുറന്നു നോക്കുമ്പോൾ ഒരു വചനം കിട്ടും. അപ്പം അന്ന് എനിക്ക് കിട്ടിയത് മകളെ തേൻ കുടിക്കുക എന്നൊരു വചനം കിട്ടി. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അമ്മ എനിക്ക് തേൻ തരാം, അപ്പോൾ ഇങ്ങനെ വചനം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അമ്മ അത് ഓർത്തു, തേൻ തന്നു. എക്സാം അറ്റൻഡ് ചെയ്തു. നല്ല എക്സാമായിരുന്നു. മെയ് 9 റിസൾട്ട് വന്നു. എനിക്ക് ഫുൾ A+ വന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ മാതാവിന് തിരുക്കുമാരനും 1000 നന്ദി. ഇതിനിടയ്ക്ക് നമ്മുടെ സ്റ്റഡി ലീവ് കിട്ടുമ്പോഴത്തേക്കിനും പരീക്ഷയുടെ ഇടയ്ക്ക് സ്റ്റഡി ലീവ് 2 ദിവസത്തേക്ക് സ്റ്റഡി ലീവ് കിട്ടിയപ്പോൾ ഇവൾ 150 സങ്കീർത്തനവും ഫുൾ എഴുതി ആ ലാസ്റ്റ് പരീക്ഷയുടെ അന്ന് തീർത്തു.
അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. ഇത് ഇവിടുന്ന് കിട്ടിയ ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. പള്ളിയിൽ പോകുന്നതും നമ്മൾ ഈ ദൈവവചനം നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും എഴുതാൻ ഒക്കെ സഹായിച്ചതും ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടിയ ആ ഒരു വലിയ കൃപയാണ്. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹവും സാന്നിധ്യവും എപ്പോഴും കൂടെ ഉണ്ടെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയാനായിട്ട് എല്ലാവരും പത്രം കൊടുക്കും. അത് ഞാൻ ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും കടകളിലും ഒക്കെയാണ് കൊടുക്കുന്നത്. അത് ആൾക്കാരെ നോക്കിയാണ് കൊടുക്കുന്നത്. കാരണം ചിലരൊക്കെ അത് ഓട്ടോക്കാർക്ക് കൊടുക്കുമ്പോൾ അവർ ചുമ്മാ അതങ്ങ് ഇടും. പക്ഷെ ഒരു വായിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നും. വായിക്കത്തില്ലെങ്കിൽ ഞാൻ ചോദിക്കും, നിങ്ങൾ വായിക്കുവാണെങ്കിൽ മാത്രം ഇത് എടുത്താൽ മതി, ഇല്ലെങ്കിൽ തിരിച്ചു തന്നേക്കാൻ. അപ്പോൾ ഒരാളത് തിരിച്ചു തന്നു. പിന്നെ അത് ഞാൻ അല്ലെങ്കിൽ വാങ്ങിക്കുന്നവരോട് പറയും, നിങ്ങൾ വായിച്ചിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കണം, ഇത് വെക്കുന്നിടത്ത് അത് അനുഗ്രഹമാണെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി രോഗി സന്ദർശനം നടത്തും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ പാവപ്പെട്ടവർ ആരെങ്കിലും കണ്ടാൽ പൈസ കൊടുത്തൊക്കെ സഹായിക്കും. പിന്നെ എൻ്റെ കയ്യിൽ പൈസ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിനാണെന്നൊന്നും ചിന്തിക്കത്തില്ല. ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാനതങ്ങ് കൊടുക്കും. പിന്നെ എൻ്റെ കാര്യം പിന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് എനിക്ക് ദൈവം തരാറുണ്ട്. അതാണ് എനിക്ക് വലിയൊരു സന്തോഷം. ഞാൻ എത്ര കൊടുത്താലും അതിൻ്റെ ഇരട്ടി എനിക്ക് തിരിച്ചു തരും. അപ്പം ഇത് കാരുണ്യപ്രവർത്തികൾ ഇതൊക്കെയാണ്. പിന്നെ ആത്മീയമായിട്ട് ഞങ്ങൾ ഒത്തിരി ഇതായി. കുഞ്ഞുങ്ങൾ ഇവൾ 50 ദിവസം പള്ളിയിൽ, ഈ 50 നോയമ്പിൻ്റെ 50 ദിവസം പള്ളിയിൽ പോകാൻ വന്നു. പിന്നെ 50 നോമ്പെടുത്തു, പ്രാർത്ഥിച്ചു. ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടിയ വലിയൊരു മാതാവിൻ്റെ അനുഗ്രഹമാണ്. അച്ഛൻ്റെ ഓരോരോ ടോക്കുകൾ കേൾക്കുമ്പം നമുക്ക് വീണ്ടും വീണ്ടും പ്രചോദനമാണ് അമ്മയോട് ചേർന്ന് നിൽക്കാൻ. അങ്ങനെ ഈ 50 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങിപ്പോയി. പക്ഷേ ഞങ്ങളുടെ പള്ളിയിൽ 6:30-ക്കാണ് വിശുദ്ധ കുർബാന. എഴുന്നേറ്റപ്പം സമയം 6 മണി. ഇനി ഒരുങ്ങി പോകാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന തുടങ്ങും. വിശുദ്ധ കുർബാന തുടങ്ങിയിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല. ഞങ്ങൾ ഓർത്തു പെട്ടെന്ന് എങ്ങോട്ട് പോകുമ്പോൾ അടുത്ത് വേറൊരു പള്ളിയുണ്ട്, അവിടെ പോയി ഞങ്ങൾ ഓർത്ത് ഈ ടൈം 6:45 ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവിടെ ചെന്നപ്പം ആരാധന കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാനയുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ആദ്യം മുതൽ വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ പറ്റി. അതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം മുതൽ 50 ദിവസം മുടങ്ങാതെ വിശുദ്ധ കുർബാന പോകാൻ വേണ്ടി മാതാവ് ഞങ്ങളെ സഹായിച്ചു. ഈ വലിയ കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറച്ച, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും കൊണ്ട് നിറച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഇനിയും ഈ അനുഗ്രഹം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അത്ഭുതങ്ങൾ ഓർത്തിട്ടൊന്നുമല്ല, ഇനിയും മാതാവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തെ മാതാവ് ഒരുക്കുമെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കോടാനുകൂടി നന്ദി അമ്മ മാതാവിനും തിരുക്കുമാരനും. ആമേൻ. സങ്കീർത്തനം 119 തിരുവചനം 103. അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിനെ തേനിനേക്കാൾ മധുരമാണ്. ബൈബിളിൽ സങ്കീർത്തനങ്ങൾ പറയുന്നു, വചനം തേൻ പോലെ മധുരിക്കുന്നു എന്നുള്ള, തേൻ കട്ടയേക്കാൾ മധുരമാണെന്ന് പറയുന്നു. അങ്ങയുടെ നിർദ്ദേശങ്ങൾ എത്ര മധുരമുള്ളതാണെന്ന് സങ്കീർത്തകൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. ഇവിടെ റോസി ടോം നമ്മളോട് വിവരിച്ച തൻ്റെ ജീവിത സാക്ഷ്യം വളരെ മനോഹരമായി താൻ ഇവിടെ സമർപ്പിക്കുകയുണ്ടായി. തൻ്റെ ഒരു ജീവിതമാർഗമെന്ന വലിയ സ്വപ്നത്തോടുകൂടി ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടിയിൽ തനിക്കുണ്ടായ പരിശുദ്ധ അമ്മ ക്രമീകരിച്ച രീതികൾ വളരെ വ്യത്യസ്തമായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും വളരെ നേരത്തെ തന്നെ, എത്ര കാലത്തെ 5 ഇയർ എക്സ്പീരിയൻസ് വേണം, 1 വർഷത്തെ കോഴ്സ് പഠിച്ചിരിക്കണം, ഈ നിർദ്ദേശങ്ങളെല്ലാം ഇവർ മുൻപേ പരിശുദ്ധമായി ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരത് വളരെ അറിവുള്ളതുപോലെ ചെയ്തു വയ്ക്കുകയും അവരുടെ ജോലി ഇത് സാങ്ഷനാവുന്ന സമയത്ത് ഇതെല്ലാം അവരുടെ കയ്യിൽ സർട്ടിഫൈഡ് ആയിരുന്നു. പരിശുദ്ധ അമ്മ അവരെ നയിച്ച വഴികൾ വളരെ നിഗൂഢമാണ്, വളരെ പരിശുദ്ധമാണ്. അവർക്ക് അതുകൊണ്ട് ഇനിയുള്ള ജീവിത രീതികളിൽ പരിശുദ്ധമ്മ ഇടപെടും. പരിശുദ്ധമ്മ അവരുടെ ഇൻസ്പിറേഷൻസ് എല്ലാം വളരെ കൃത്യമായിരിക്കും, പോസിറ്റീവായിരിക്കുമെന്ന് ഇവരുടെ കുടുംബം മുഴുവൻ വിശ്വസിക്കുന്നു എന്ന് ഈ സാക്ഷ്യത്തിലൂടെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഒരു സാക്ഷ്യം അദ്ദേഹം റോസി വിവരിക്കുകയുണ്ടായി. എല്ലാ കാര്യങ്ങളിലും കുടുംബനാഥനെ പരിശുദ്ധ അമ്മ വഴി നടത്തുകയും ഈശോയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും അവരുടെ തീരുമാനങ്ങളിലെല്ലാം ഈശോ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ അനുഭവ സാക്ഷ്യം. അതുപോലെ തന്നെ മക്കളുടെ പഠനവും ജീവിതവും ജീവിത രീതികളും എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ കൊച്ചി 50 ദിവസം വളരെ കൃത്യമായി ഉപവസിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും 150 സങ്കീർത്തനം പരീക്ഷാ ലീവിൽ എക്സാം ഹോളിഡേയ്സിൻ്റെ ആ സമയത്ത് തന്നെ, വെക്കേഷൻ സമയത്ത് തന്നെ 150 സങ്കീർത്തനം എഴുതി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോഴുള്ള ഈശ്വര സാന്നിധ്യം, ഈശോയുടെ ആ സാന്നിധ്യം അവൾ അനുഭവിച്ചുകൊണ്ട് വചനമെടുത്തപ്പോൾ ഈശോ ഓർമ്മിപ്പിക്കുന്ന വിധങ്ങൾ
വളരെ വ്യത്യസ്തമാണ്, വളരെ നിഗൂഢമാണ്. ഈശോ പറയാണ്, മകളെ നീ തേൻ കുടിക്കുക. അപ്പോൾ അവൾക്ക് ഓർമ്മ വന്നു, ഓ ഞാൻ ഇന്ന് അമ്മ എനിക്ക് ഉപ്പും തേനും തന്നില്ലല്ലോ, ഞാൻ ഈ സാന്നിധ്യത്തോടു കൂടി വേണം പോകുവാനായിട്ട്. അങ്ങനെ അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം ഈശോയ്ക്ക് വേണ്ടി ഈശോയെ നിറച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അവർ ചെയ്തപ്പോൾ അവരുടെ കുടുംബം ഇന്ന് വളരെ സന്തോഷമാണെന്ന് അവർ ഏറ്റുപറയുന്നു. അവരുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള വഴികൾ എപ്പോഴും നന്മ നിറഞ്ഞതാകട്ടെ, പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നടക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഈ വലിയ സാക്ഷ്യം ഒരു കയ്യടിയോടുകൂടി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.